കേറ് 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 കേറ്. കേറ് കേറ് കേറ്. നമസ്കാരം, ഞാൻ കുമരകം വരെ പോവാണ്. വൈഫിന്റെ വീട് വരെയുണ്ട്. അപ്പം വൈഫുണ്ട്, കൊച്ചുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കുമരകത്തിന് പോവുകയാണ്. അപ്പം വഴിയിലെല്ലാം വെള്ളമുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം ചില ഭാഗത്ത് വെള്ളം കൂടുതലുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് കുമരകം വരെ ഒന്ന് പോവാം. ഇത് കോട്ടയം താഴത്തങ്ങാടിയാണ്. താഴത്തങ്ങാടിയിലൊക്കെ കഴിഞ്ഞ ദിവസം വാഹനങ്ങളൊന്നും പോകുമല്ലായിരുന്നു, അതുപോലെ വെള്ളമായിരുന്നു. ഏതായാലും റോഡിൽ നിന്ന് ഇറങ്ങി, എന്നാലും ആറ് നിറഞ്ഞൊഴുകുകയാണ്. സൈഡിലൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം ഈ ആറിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇവിടത്തേക്ക് വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളേ ഉള്ളൂ. ഉണ്ടോ, റോഡ് സൈഡിലെല്ലാം വെള്ളം കിടക്കുന്നുണ്ട്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല്ലിക്ക കവലയിലോട്ടാണ് എത്തിയത്. അപ്പം ഇല്ലിക്ക തൊട്ട് വെള്ളത്തിൻ്റെ വാഹനങ്ങൾ കടന്നു പോകും. ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ അതിഭയങ്കരമായ വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ളം കൂടുതലായപ്പം തന്നെ മുന്നോട്ട് വെള്ളത്തിൻ്റെ അവസ്ഥ കൂടിക്കൂടി വരുമെന്നുള്ളത് നമുക്കറിയാം. എങ്ങാനും പോകുന്നിടം വരെ പോകാം, അവിടുന്ന് പിന്നെ ബസ്സിന് പോകാമെന്നുള്ള കണക്കൂട്ടിലാണ് വണ്ടിയായിട്ട് ഇറങ്ങിയത്. വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് തന്നെ വൈഫിൻ്റെ അമ്മ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അമ്മയെ ഇന്ന് കൊണ്ടുവിടാൻ വേണ്ടി കുമരകത്തിന് പോവുമായിരുന്നു. അപ്പം ഞാനും മോളും വൈഫിൻ്റെ അമ്മയാണ് വണ്ടിക്കകത്ത്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം കുറച്ച് വെള്ളമുണ്ടെങ്കിലും അത്യാവശ്യം വണ്ടി കടന്നു. ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളമുള്ളൂ, കുഴപ്പമില്ലാത്ത വണ്ടി പോകാൻ പറ്റും. ഇവിടെയും കുറച്ച് വെള്ളമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ഹമ്പൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ അത്യാവശ്യം നമ്മൾ കടന്നു പോവാം. എങ്കിലും ഈ ഇടത് സൈഡിലും വലത് സൈഡിലും വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണ്. എത്ര ദിവസമായി ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട്? ഇനിയിപ്പം ചെങ്ങള ഭാഗത്താണ് വെള്ളത്തിൻ്റെ കൂടുതൽ കാണുന്നത്. നമ്മുടെ വണ്ടി നേരെ ചെങ്ങളത്തേക്കാണ് പോകുന്നത്. പിന്നെ കുറച്ചൊക്കെ റോഡിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ, അത്യാവശ്യം നമുക്ക് കടന്നു പോകാം. അങ്ങനെ ഇവിടെ ഈ ഭാഗത്തും ചെങ്ങളം അടുക്കാറായപ്പം ഇവിടെയും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും ഇപ്പോഴും സൈഡത്തെ വീടുകളിൽ നിന്നൊന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇവിടെയും കുറച്ച് വെള്ളമുണ്ട്. SNDP ചെങ്ങളം SNDPയുടെ മുൻവശത്ത് അവിടെ മിക്കപ്പോഴും ഇങ്ങനെ ഈ വെള്ളക്കെട്ടുള്ളതാണ്. അവിടെ എല്ലാം ഇടത് സൈഡിലും വലത് സൈഡിലും എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അതുപോലെ ക്ഷേത്രത്തിലും എല്ലാം ഇപ്പോഴും വെള്ളം നിൽക്കുകയാണ്. ചെങ്ങളത്ത് ക്ഷേത്രത്തിലും ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ വലത് സൈഡിൽ ഒരു സ്കൂളുണ്ട്, സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. ഇവിടം തൊട്ടാണ് വെള്ളം കൂടുതലായിട്ട് കാണുന്നത്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് സ്കൂള്.
സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെല്ലാം ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സ്വല്പം മുന്നോട്ട് പോയപ്പോഴത്തേന് ഇവിടെയൊക്കെ വാഹനങ്ങൾ സൈഡിലൊക്കെ ആൾക്കാർ ഒതുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെള്ളമുള്ളൂ, പക്ഷേ മുന്നോട്ട് വരുമ്പോഴത്തേന് വീണ്ടും വെള്ളം കൂടുതലാണ്. ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് വാഹനങ്ങൾ എല്ലാം തിരിച്ചു പോരുവാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ വാഹനം സൈഡിൽ ഒതുക്കിയിട്ട് ഇവിടെ ഇറങ്ങി നിന്നും നോക്കി കുറേ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതും 2 വീലർ കടന്നു പോകുന്നതും എല്ലാം നോക്കി നമുക്ക് വണ്ടിയായിട്ട് കടന്നു പോകാൻ പറ്റുമോ എന്ന്. ബസ് ഓടുന്നുണ്ട്. അപ്പം 2 വീലറുകളൊക്കെ വന്നിട്ട് ഒരുപാട് വണ്ടിയൊക്കെ ഇവിടെ നിന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരക്ക് വന്ന വണ്ടികളെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കൊരു തിരിച്ചു പോകണമെന്നൊരാഗ്രഹത്തിന് നിൽക്കുകയാണ്. എന്നാലും അമ്മയെ അവിടെ കൊണ്ട് വിടുകയും ചെയ്യണം. പിന്നെ അങ്ങോട്ട് പോകാൻ വേറെ വഴിയില്ല. പിന്നെ ഒരുപാട് ചുറ്റിക്കറങ്ങിയൊക്കെ വേണം. മെഡിക്കൽ കോളേജ് വഴിയൊക്കെ വട്ടം കറങ്ങി കൈപ്പുഴമുട്ട് ചാടിയൊക്കെ വേണം പിന്നെ പോകാൻ വേണ്ടി. അതൊക്കെ ദൂരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ തലക്കിലൊരു വാഗണാറുണ്ട്. അവർ പിന്നെ തിരിച്ചു പോരുമായിരുന്നു, വെള്ളക്കൂടുതലാണെന്നും പറഞ്ഞ്. ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ഞങ്ങളവിടെ ഇറങ്ങി നിന്നു, കാരണം അവിടുത്തെ അവസ്ഥയൊന്ന് അറിയാൻ വേണ്ടി. പിന്നെ ചെറിയ ഓൾട്ടോയും മറ്റുമൊക്കെ കടന്നു പോകുന്ന കണ്ടപ്പോഴത്തേനും ഒരു ചെറിയ ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഏതായാലും പോയേക്കാൻ തീരുമാനിച്ചു. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുമായിരുന്നു. അവരെല്ലാം ഇത് കണ്ടു, വെള്ളക്കെട്ട് കണ്ടുകൊണ്ട്. നമുക്കായാലും ഒന്ന് നോക്കിയാലോ. അങ്ങനെ ഞങ്ങളും കുമരകത്തിന് തന്നെ പോകാൻ തീരുമാനിച്ചു. നമുക്ക് നോക്കാം വെള്ളത്തിൻ്റെ അവസ്ഥ എവിടം വരെ ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ ആറ്റമംഗലം പള്ളിയുടെ സമീപം വരെ വെള്ളം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അവിടെ നിന്നവരെല്ലാം പറഞ്ഞ് ചെറിയ വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട്, രാവിലെ തൊട്ട് വാഹനങ്ങളെല്ലാം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പോലത്തെ തന്നെ വാഗണാറുകളൊക്കെ ഒരുപാട് ഇതിലെ പോയെന്ന് കാണുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയും ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും കുമരകത്തിന് തന്നെ പോകാൻ തീരുമാനിച്ചു. ഞാൻ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഒരു വീടിൻ്റെ സൈഡിൽ. അവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുമരകത്തിന് തന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പം വഴിയിലൊക്കെ വെള്ളം കൂടിക്കൂടി വരുന്നു.
നമ്മൾ പോകുമ്പോഴും വെള്ളം ഇതുപോലെ ഓളടിച്ച് സ്കൂട്ടറിലോട്ടൊക്കെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഓളടിക്കുമ്പോഴത്തേന് മറ്റു വാഹനങ്ങളിലേക്കെല്ലാം വെള്ളം തെറിക്കും. അങ്ങനെ വരുമ്പോഴത്തേനാണ് ചില വാഹനങ്ങളൊക്കെ നിന്നു പോകുന്നത്. നമ്മുടെ തലയ്ക്ക് പോയ ഒരു സ്കൂട്ടർ അവർ തള്ളിക്കൊണ്ടാണ് പോയത് വെള്ളത്തിൽ കൂടെ. കയറ്റാൻ കുറച്ചോ
സന്തോഷമായിട്ട് വിളിച്ചാൽ അറിയാം. അവരൊക്കെ എന്നായിരിക്കും അവിടെ കഥ? ഞാൻ വിളിച്ചായിരുന്നു സന്തോഷേട്ടൻ്റെ ഒക്കെ. അങ്ങനെ നമ്മൾ കുമരകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട്. വണ്ടിയൊക്കെ കടന്നു പോയി. ഇവിടെയൊക്കെ വീടുകളുടെ മുറ്റത്തൊക്കെ ഇപ്പോഴും വെള്ളം അതേപടി നിൽക്കുകയാണ്. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ എപ്പോഴും പണ്ട് കാലത്ത് എപ്പോഴും വെള്ളം കയറുമായിരുന്നു. ഈയിടെ അവർ അതെല്ലാം അതിൻ്റെ തറയെല്ലാം ഉയർത്തി മെയിൻ്റനൻസ് വർക്കെല്ലാം ചെയ്ത് ഇപ്പം വെള്ളം കയറാത്ത രീതിയിൽ പെട്രോൾ പമ്പ് ആക്കിയിട്ടുണ്ട്. എന്നാലും റോഡിൽ മുഴുവൻ വെള്ളമാണ്. ഇവിടുത്തെ ഇത്ര ഭാഗത്തെ കുഴപ്പമുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും കുമരകം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. വീട് അവിടെ ഉണ്ടോ അമ്മേ? പുതിയ പാലം പണിതുകൊണ്ട് നല്ല ഉയരത്തിലാണ് പാലം നിൽക്കുന്നത്. അവിടെയൊന്നും പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. എങ്കിലും പള്ളിയുടെ മുറ്റത്ത് നമ്മുടെ എല്ലാം വെള്ളമാണ്. എപ്പോഴും വെള്ളം മാറിയിട്ടില്ല, എല്ലായിടത്തും വെള്ളമുണ്ട്. അപ്പോൾ ഇതാണ് പുതുക്കി പണിത കോണത്താറ്റ് പാലം. പാലം നല്ല ഉയരത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുമരകം ചന്തക്കവലയിൽ എത്തിയിരിക്കുകയാണ്. ചന്തക്കവലയിൽ നിന്ന് ബസാർ റൂട്ടിലാണ് നമുക്ക് വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേന് പിള്ളേർക്ക് കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ജംഗ്ഷന് സമീപത്തുള്ള ഒരു ബേക്കറിയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ 2 ചുണ്ടൻ വള്ളങ്ങൾ കിടക്കുന്നുണ്ട്. ഒരു ചുണ്ടൻ വള്ളം സെൻറ്റ് ജോർജ് എന്നും ഒരെണ്ണത്തിൻ്റെ പേര് ക്യാനായ ചുണ്ടൻ എന്നുമാണ് കിടക്കുന്നത്. ഇത് രണ്ടും പരിശീലനത്തിന് ഉള്ളതാണ്. ഇന്ന് വൈകുന്നേരം മുത്തേരിമടയിലാണ് പരിശീലനം എന്നാണ് പറഞ്ഞത്. വള്ളംകളി പരിശീലനമൊക്കെ തുടങ്ങിയ സമയത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങിയത്. നെഹ്റു ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന വള്ളങ്ങളൊക്കെയാണ്. അടുത്ത ചുണ്ടൻ്റെ പേര് നായ്ത്തൊമ്മ. പാലം പണിതിന് മുമ്പ് ഇവിടെ ആയിരുന്നു ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടുത്തെ ജോസ് ബേക്കറിയിലാണ് നമ്മൾ കയറുന്നത്. അതിന് മുമ്പ് നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാം. കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ലൊരു ടേക്ക് എ ബ്രേക്ക് കാണാം. ശരിക്കും നല്ല രീതിയിലാണ് ഈ ടേക്ക് എ ബ്രേക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മിക്ക സ്ഥലത്തും ടേക്ക് എ ബ്രേക്ക് അടച്ചു പൊട്ടിയിട്ടപ്പോഴത്തേന് ഇതൊക്കെ കണ്ടോ. ടേക്ക് എ ബ്രേക്കിൻ്റെ മുൻവശത്ത് ഒരു കോഫി ഷോപ്പ്, ഒരു ബേക്കറി, അതിന് തൊട്ട് പുറയിലാണ് ടോയ്ലറ്റ് സമുച്ചയം. നല്ല രീതിയിലാണ് ഇതിൻ്റെ പണിയും ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് നല്ല രസമാണ് കാണുവാനും നല്ല രസമാണ്. നമ്മുടെ വേദപാഠത്തിങ്ങളൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി പൂട്ടിക്കെട്ടിയിട്ടിട്ടുണ്ട്, ആർക്കും പ്രയോജനമില്ലാതെ. അങ്ങനെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചന്തക്കവല ജംഗ്ഷനിൽ വന്നു. ഇവിടുന്ന് വലത്തോട്ട്
ബസാർ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. വീട് SLB സ്കൂളിന് സമീപത്താണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ഈ കണ്ട വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ മുറ്റത്ത് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. അതുകൊണ്ട് വളരെ ഒരു ആശ്വാസമുണ്ട്.